ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ ദിനങ്ങളാണ്. അത് പറയാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഹജ്ജിന് പോകുന്നവർക്ക് അതൊരു സഹായമാകുമെങ്കിൽ അതൊരു വലിയ ഖൈറാണ്. അതുപോലെ തന്നെ രണ്ടാമത്തത്, ആരോഗ്യവും സമ്പത്തുമെല്ലാം ഉണ്ടായിട്ടും ഹജ്ജ് എന്ന നിർബന്ധ കർമ്മത്തെ അനാവശ്യമായി വൈകി കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് ഒരു ഹജ്ജ് ചെയ്യാനുള്ള ഒരു പ്രചോദനവുമാവട്ടെ എന്നൊരു ഉദ്ദേശത്തിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ സമ്പൂർണ്ണ സ്വീകാര്യമായ ഒരു ഹജ്ജ് ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. 3 രീതിയിലാണ് ഹജ്ജ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, തമത്തുആയ ഹജ്ജാണ്. 2, ഹജ്ജുൽ ഖീറാനാണ്. 3, ഹജ്ജുൽ ഇഫ്റാദാണ്. 3 രീതിയിലാണ് സാധാരണഗതിയിൽ ഹജ്ജ് ചെയ്യപ്പെടുക. അതിലൊന്നാമത്തത് തമത്തു എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പോയിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ തമത്തു ആയ ഹജ്ജാണ് എല്ലാവരും ചെയ്യുക. അവിടെ എത്തി ഇഹ്റാമിൽ ഇവിടുന്ന് പുറപ്പെട്ടു, മീഖാത്തിൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മീഖാത്തിൻ്റെ മുകളിൽ നിന്ന് ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ, ഉംറയ്ക്ക് വേണ്ടിയുള്ള നിയത്ത് വെച്ച് അവിടെ പോയി ഉംറ ചെയ്ത് പൂർണ്ണമായും തഹല്ലുലായി, മുടി കളഞ്ഞ് പൂർണ്ണമായും തഹല്ലുലായി സാധാരണ വസ്ത്രധാരണ രീതിയിലേക്കും സാധാരണ ജീവിതത്തിലേക്കും പ്രവേശിക്കുക. പിന്നീട് ഹജ്ജിന് വേണ്ടിയിട്ട് അവരുടെ താമസ സ്ഥലത്ത് ഇഹ്റാം ചെയ്ത് ഹജ്ജ് ചെയ്യുന്ന രീതി. 2 ഹജ്ജും ഉംറയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് ഹജ്ജുൽ തമത്തു ആയ ഹജ്ജ് എന്ന് പറയാം. ഖീറാനായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇഹ്റാമിൽ ഉംറയും ഹജ്ജും ചെയ്യുക. ഇപ്പോൾ സഫർ തവീലാണെങ്കിൽ, ദീർഘയാത്രയാണെങ്കിൽ പോലും ഇഹ്റാം ചെയ്തിട്ട് ഉംറ ചെയ്ത് ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകാതെ, ഇഹ്റാമിൽ നിന്ന് ഇറങ്ങാതെ ഹജ്ജ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് കുറച്ച് കടുപ്പുള്ള, കുറച്ച് പ്രയാസമുള്ള ഹജ്ജാണ് ഖീറാൻ. 3-മത്തത് ഇഫ്രാദാണ്. ആ യാത്രയിൽ ഹജ്ജ് മാത്രം ചെയ്യുക, ഉംറ ചെയ്യൂല. ആ യാത്രയിൽ ഹജ്ജ് മാത്രം ചെയ്ത് ദുൽഹജ്ജ് 8-ന് തുടങ്ങി ഹജ്ജ് മാത്രം ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തത് ഖീറാനായ ഹജ്ജാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തത്. അതായത് ഏറ്റവും പ്രയാസമുള്ള ഹജ്ജാണ് പ്രവാചകൻ തിരഞ്ഞെടുത്തത്. പക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് തമത്തു ആയ ഹജ്ജ് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതും. ഇതിൽ വലിയൊരു ഗുണപാടുണ്ടെന്നറിയോ? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രകാരം പ്രബോധനത്തിന് പോകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ഉപദേശം എന്താ അറിയോ? യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. ജനങ്ങൾക്ക് നീ എളുപ്പമുണ്ടാക്കി കൊടുക്കുക, അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ജനങ്ങൾക്ക് നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക, അവരെ നീ വെറുപ്പിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു മനുഷ്യൻ ഈമാനോടെ പ്രയാസത്തോടൊരു കാര്യം എന്ന് പറയുമ്പോൾ അയാളോട് പോയിട്ട് എനിക്കൊരു രക്ഷയില്ല, നീ ആകെ പെട്ട്, നീ കുഴഞ്ഞ്, നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയാനല്ല ദീൻ പഠിപ്പിക്കാൻ പോകുന്ന മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് സാരില്ല, കുഴപ്പമില്ല, അള്ളാഹ് പുറത്തരും, പരിഹാരമില്ലാത്തൊരു പ്രശ്നമില്ലല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ട്. ഈ രീതിയിലുള്ള സംസാരമാണ് ഒരു മുസ്ലിമിൻ്റെ ഭാഗത്തു നിന്നും പണ്ഡിതൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നമസ്കരിച്ചിട്ട് കാലിന് നീര് വന്നിട്ടുണ്ട്. പക്ഷേ അനുയായികളോട് അത്രത്തോളം നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഓരോ വിഷയത്തിലും നിങ്ങൾ നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വഖ്ത് നിസ്കാരം കൊടുത്തിട്ട് ഭൂമിയിലേക്ക് റസൂലുള്ളാഹിനെ പറഞ്ഞയച്ചപ്പോൾ 6-മത്തെ ആകാശത്ത് മൂസാ നബി ഇത് അങ്ങയുടെ ഉമ്മത്തിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര തവണയാണ് അള്ളാഹിന്റെ മുന്നിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് കയറി പോകുന്നത്? 5 വഖ്ത്, 50 വഖ്ത്തിൽ നിന്ന് 5 വഖ്തായി ചുരുക്കിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക്, നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. പ്രവാചകന്റെ പല വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാവുകയില്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാ വഖ്തിലും മിസ്വാക്ക് നിർബന്ധമാക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മിസ്വാക്കിന്റെ കാര്യത്തിൽ, ഒരു പല്ല് തേക്കുന്ന വിഷയത്തിൽ പോലും തൻ്റെ ഉമ്മത്തിന് അത് പ്രയാസമാകുമോ എന്ന് വിചാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഖിയാറിനെ ഉപയോഗിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹിന്റെ പ്രവാചകൻ തറാവീഹ് നമസ്കരിച്ചത് പള്ളിയിൽ നിന്നും വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ്.
അങ്ങനെ പിന്നെ പ്രവാചകൻ തറാവീഹ് നിസ്കാരം നിർത്താൻ. എന്താ നിർത്താൻ കാരണം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, ഞാൻ ആ നിസ്കാരം തുടർന്നാൽ ഈ നമസ്കാരം നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തി. ആ നമസ്കാരം, പള്ളിയിൽ നിന്നുള്ള നിസ്കാരം ഞാൻ നിർത്തി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് നിസ്കരിക്കാനുള്ള അനുവാദവും കൊടുത്തു. നമുക്ക് അത്രത്തോളം ഉമ്മത്തിൻ്റെ പ്രയാസങ്ങൾക്ക്, ഉമ്മത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ അനുയായികൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിലാകരുത്, ഇടങ്ങേറിലാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന്റെ വിഷയത്തിലും പ്രവാചകൻ കൃത്യമായി അത് നമുക്ക് കാണിച്ചു തന്നു. അള്ളാഹിന്റെ റസൂൽ തമത്തുആയ ഹജ്ജ് തിരഞ്ഞെടുക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിച്ചു. അതിലൂടെ പ്രവാചകൻ പറഞ്ഞെന്തറിയോ, ഞാൻ ബുദ്ധിമുട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കത് മുസ്തഹബാക്കിയതുകൊണ്ടാണ്, പക്ഷെ നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് എളുപ്പമുള്ളതാണ് എന്ന വലിയ സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, ദീനിന്റെ വിഷയത്തിൽ എളുപ്പമാണ് തിരഞ്ഞെടുക്കേണ്ടത്, പ്രയാസം തിരഞ്ഞെടുക്കരുത് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി നമുക്ക് എന്താണ് ഹജ്ജുൽ തമത്തുആയ ഹജ്ജ്, അതെങ്ങനെയാണ് നിർവഹിക്കുക എന്ന് നോക്കാം. നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു. സാധാരണഗതിയിൽ ഉംറ, നമ്മളൊക്കെ ഉംറ ചെയ്ത, മഹാഭൂരിപക്ഷം ആളുകൾ ഉംറ ചെയ്തവരാണ്. ഉംറയുടെ ഓരോ അർക്കാനുകളും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു. ഇഹ്റാമിലാണ് പലരും ഫ്ലൈറ്റ് കയറുക. അങ്ങനെ ഇഹ്റാമിൽ ഫ്ലൈറ്റ് കയറി. പല ഫ്ലൈറ്റുകളിലും അനൗൺസ്മെന്റ് ഉണ്ടാവും. അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് നിയത്ത് ചെയ്തു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് എന്ന തൽബിയത്തിന്റെ ധ്വനികളുമായി അവരെന്ത് ചെയ്യാണ്, മക്കയിലേക്ക് പോവാൻ. ഉംറക്ക് വളരെ സിമ്പിളാണ്. തവാഫ് ചെയ്യുക, സഈ ചെയ്യുക, അതിന്റെ സുന്നത്തുകൾ നിർവഹിക്കുക, മുടി കളയുക, മൊട്ടയടിക്കുക അല്ലെങ്കിൽ മുടി വെട്ടുക, ഇതോടുകൂടി ഉംറ തീരാൻ. തമത്തുആയ ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മങ്ങൾ കഴിഞ്ഞാൽ, ഉംറ ചെയ്താൽ അയാൾ ഫ്രീ ആവാൻ. അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അയാൾ ഇഹ്റാമിലല്ല, അയാൾക്ക് ഭാര്യാഭർത്തൃ സംസർഗമാവാം, അതുപോലെ തന്നെ വേട്ടയാവാം, അതുപോലെ തന്നെ സാധാരണ വസ്ത്രം ധരിക്കാം, അതുപോലെ തന്നെ സുഗന്ധങ്ങൾ ഉപയോഗിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഏതുവരെ? ദുൽഹജ്ജ് 8 ഹജ്ജ് തുടങ്ങുന്നത് വരെ, യൗമു തർവിയയിൽ ഹജ്ജ് തുടങ്ങുന്ന ആ ദിവസം എത്തുന്നത് വരെ അയാളുടെ സാധാരണ ജീവിതത്തിലാണ്. ദുൽഹജ്ജ് 8 ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മീഖാത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. തമത്തുആയ ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റൂമിൽ നിന്ന് തന്നെ, മുറിയിൽ നിന്ന് തന്നെ, ഹോട്ടലിൽ നിന്ന് തന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അയാൾ ഉറക്കെ പറയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ. ഇത് പറയുന്നതോടുകൂടി അയാൾ മഹത്തായ ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ. പിന്നീട് അയാൾ തെൽബിയത്ത് തുടങ്ങാൻ, തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മിനായിലേക്ക് പുറപ്പെടാൻ. ആ മിനായിൽ ദുൽഹജ്ജ് 8 ദിവസം മിനായിൽ ളുഹ്ർ നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കും, അസ്ർ നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കും, മഗ്രിബ് നമസ്കാരം 3 റക്അത്ത് നമസ്കരിക്കും, അതുപോലെ തന്നെ ഇശാ നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കും. എല്ലാ നമസ്കാരങ്ങളും ഖസ്റാക്കും, പക്ഷേ ജംഅ ചെയ്യില്ല. ആ രീതിയിൽ ഒന്നാമത്തെ ദിവസം യൗമു തർവിയയിൽ മിനായിൽ കഴിച്ചു കൂട്ടാൻ. രണ്ടാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ അറഫയുടെ ദിവസമാണ്. രാവിലെയോടുകൂടി പ്രഭാതത്തിൽ ആളുകൾ അറഫയിലേക്ക് ഒഴുകാൻ തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ പല സ്ഥലങ്ങളിലായി നിങ്ങൾക്ക് ആംബുലൻസ് വന്ന് നിർത്തിയത് ഇടയ്ക്ക് കാണാൻ പറ്റും. അതായത് അറഫ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഹജ്ജ് കിട്ടിയിട്ടില്ല. അപ്പം ഈ ഹജ്ജിലാണ് എന്നറിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും മറ്റും പോലീസുകാരും വളണ്ടിയേഴ്സൊക്കെ എന്ത് ചെയ്യും, ഈ മനുഷ്യൻ മരിച്ചിട്ടില്ലെങ്കിൽ അയാളെ മൊബൈൽ ICUലാണെങ്കിലും ഏത് സിസ്റ്റം ഉപയോഗിച്ചും അവരെന്ത് ചെയ്യും, അറഫയുടെ പരിധിയിൽ വരുന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് അവിടെ നിർത്തും. ആ ആംബുലൻസ് കുറച്ചു നേരം അവിടെ നിർത്തും, എന്നാൽ അയാൾക്ക് ഹജ്ജ് കിട്ടും എന്നാണ്. ആ അറഫയുടെ ദിവസം നമ്മൾ സുബഹ നമസ്കാരം കഴിഞ്ഞ് ആ പ്രഭാതത്തിന്റെ പൂർവാഹനം കഴിഞ്ഞ് ഖുതുബക്ക് വേണ്ടി, അറഫ ഖുതുബക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അറഫ ഖുതുബ കഴിഞ്ഞാൽ പിന്നീടുള്ള കർമ്മം ഒരേ ഒരു കർമ്മം മാത്രമാണ്. ഹജ്ജിന്റെ ആത്മാവെന്ന് പറയാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഏറ്റവും മഹത്തായ കർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കക്ഷങ്ങളുടെ വെളുപ്പ് പുറത്തേക്ക് കാണുമാറ് കൈകൾ മുകളിലോട്ട് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്. മണിക്കൂറുകളോളം കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കരഞ്ഞ് 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 അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വേറൊരു ഇബാദത്തും ഇല്ല. സായാഹ്നം വരെ, സൂര്യാസ്തമയം വരെ ആ ഉയർത്തിപ്പിടിച്ച കൈകളുമായി അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബക്ക് വേണ്ടി തേടുക.
ആവശ്യങ്ങൾക്ക് വേണ്ടി തേടുക, ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുക. റബ്ബേ, ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ കഴിയണേ എന്ന് നോക്ക്. ലക്ഷക്കണക്കിന് മനുഷ്യർ, വേറെ എവിടെയില്ല ആളുകൾ, മിനയിലോ മുസ്ദലിഫയിലോ അല്ലെങ്കിൽ കഅബയുടെ അടുത്തോ മക്കയിലെ എവിടെയും ആളുകളില്ല. ഈ ജനം മുഴുവൻ അറഫയാകുന്ന ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഈ ജനങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഒരേ ഒരു കർമ്മം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്, കൈകൾ ഉയർത്തിയിട്ട് പടച്ചറപ്പിനോട് തേടുക എന്നതാണ്, അള്ളാഹുവിൻ്റെ മുന്നിൽ കേട് കരഞ്ഞ് പറയുക എന്നതാണ്. അതിൻ്റെ ഫലം എന്താണെന്നറിയോ? അന്ന് വൈകുന്നേരമാകുമ്പോൾ പിശാച് സ്വന്തം തലയിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് ആ നിരാശയോടുകൂടി അവൻ ഓടിപ്പോകുമെന്നാണ്, ആർത്ത് കരയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, അറഫാ ദിനം കഴിഞ്ഞാൽ, അറഫാ ദിനം മഗ്രിബ് നമസ്കാരത്തോടുകൂടി ആളുകൾ മുസ്ദലിഫയിലേക്ക് പുറപ്പെടുകയാണ്. ആ ഒരു രംഗം യഥാർത്ഥത്തിൽ ഹജ്ജിന് പോയ ആളുകൾക്കറിയാം. ആ നടന്നു പോകുന്ന വാഹനങ്ങളിലും കാൽനടയായും ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് മുസ്ദലിഫയിലേക്ക് ഒഴുകുന്ന ആ ഒഴുക്കുണ്ടല്ലോ, സുമ്മ അഫീദൂ മിൻ ഹൈസു അഫാദ അന്നാസ് വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ജനങ്ങൾ ഇങ്ങനെ ഒഴുകുമ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ ഒഴുകിപ്പോകുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ആ മുസ്ദലിഫയിൽ, അതായത് ദുൽഹജ്ജ് 10 അന്ന് രാത്രി, തലേന്ന് രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കുകയാണ്. എത്ര വലിയ പണക്കാരനായാലും, എത്ര വലിയ പ്രമാണിയായാലും, എത്ര വലിയ അധികാരിയായാലും, എത്ര വലിയ പ്രോട്ടോക്കുള്ള മനുഷ്യനായാലും അവിടെ ആ മുസ്ദലിഫയിൽ ആകാശം നോക്കിയിട്ട് അള്ളാഹുവിന്റെ കേവലം അടിമ മാത്രമാണ് ഞാനെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് ആ മുസ്ദലിഫയിൽ അവർ കിടക്കണം. അവിടെ നിന്ന് പിറ്റേന്ന് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് പ്രകാരമുള്ള ഹജ്ജിന്റെ അർക്കാനുകൾ പൂർത്തിയാക്കാനുള്ള പിറ്റേന്ന് ജംറത്തുൽ അഖബയിൽ, ജംറത്തുൽ കുബ്രയിൽ എറിയാനുള്ള 7 കല്ലുകൾ ശേഖരിക്കണം. ഇന്ന് സൗദി ഗവൺമെന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭരണാധികാരികൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൂടുതൽ റുഷ്ദും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവർ ഹജ്ജിന് പോകുന്ന മനുഷ്യർക്ക് എറിയാനുള്ള കല്ലുകൾ പോലും പാക്കറ്റിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം സംവിധാനങ്ങളാണ് ആ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് നൽകുന്നത്. ആ മുസ്ദലിഫയിൽ നിന്ന് ഈ പറയുന്ന കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് ദീർഘനേരം ദുആ ചെയ്ത് അവിടുന്ന് ശുറൂഖോടുകൂടി, ഉദയത്തോടുകൂടി അവരതാ ജംറയിലേക്ക്, മിനയിലേക്ക് പുറപ്പെടുകയാണ്. മിനയിലെത്തി മിനയിൽ നിന്ന് ഒന്നാമത്തെ കല്ലേറിന് വേണ്ടി ദുൽഹജ്ജ് 10 എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇവിടുന്ന് ഈദ് ആഘോഷിക്കുന്ന ദിവസം, പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസം ആ ദുൽഹജ്ജ് 10-നാണ്. ദുൽഹജ്ജ് 10-ന് മിനയിൽ നിന്ന് ഇറങ്ങി ജംറയിലേക്ക് പുറപ്പെടുന്നു. മിനയിൽ നിന്ന് ജംറയിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുക ജംറത്തുൽ സുഗ്റയാണ്, ചെറിയ ജംറയാണ്. രണ്ടാമത്തത് കാണുക ജംറത്തുൽ വുസ്തയാണ്, മധ്യത്തിലുള്ള ജംറയാണ്. മൂന്നാമത് അങ്ങേയറ്റത്തുള്ള ജംറയാണ് ജംറത്തുൽ അഖബ. അഖബ ഉടമ്പടി നടന്ന ജംറത്തുൽ കുബ്ര എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ജംറയായ ആ ജംറയിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ സുന്നത്ത് പ്രകാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം ആ ജംറയുടെ സ്തൂപം തൻ്റെ ഇടതുഭാഗത്ത് വരുന്ന രൂപത്തിൽ വലത്തേക്ക് മാറിക്കൊണ്ട് ആ ജംറയിലേക്ക് 7 തവണ കല്ലെറിയുന്നു. ഓരോ തവണ കല്ലെറിയുമ്പോഴും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കല്ലെറിയുന്നു. ആ സ്തൂപം നിൽക്കുന്ന ആ കിണറിന്റെ ഉള്ളിലേക്ക് കല്ല് വീണാൽ മതി എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ആ കല്ലേറ് കഴിഞ്ഞാൽ പിന്നീട് ദുആ ചെയ്തുകൊണ്ട് അവരതാ തിരിച്ചു വരികയാണ്. പിന്നീടുള്ള കർമ്മങ്ങൾ അവർക്ക് ബലിയെറുക്കാനുണ്ട്. ബലി സാധാരണഗതിയിൽ അവിടെയുള്ള അതോറിറ്റികൾ ചെയ്യുക. ഈ ഏറും അറവും മുടികളയലും കഴിഞ്ഞാൽ ആളുകൾക്ക് സാധാരണ വസ്ത്രത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ഭാഗികമായ തഹല്ലുൽ അവിടെ സംഭവിച്ചു എന്നതാണ്. എന്നിട്ട് അതിനുശേഷം പിന്നീട് 2 കർമ്മങ്ങൾ, കല്ലേറ് കഴിഞ്ഞു, മുടികളയൽ കഴിഞ്ഞു, ബലികർമ്മം കഴിഞ്ഞു. പിന്നീട് 2 കർമ്മങ്ങളാണുള്ളത്. ഒന്ന് തവാഫുൽ ഇഫാദയാണ്, ഇഫാദയുടെ തവാഫാണ്. രണ്ടാമത്തത് സഅയുൽ ഹജ്ജാണ്, ഹജ്ജിന്റെ സഅയാണ്. ഈ 2 കർമ്മങ്ങൾ കൂടി കഴിയുമ്പോൾ അവിടെ അവർ പൂർണ്ണമായും തഹല്ലുലാവുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഹലാലായി മാറാൻ ഈ ദിവസമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസം. ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്കറിയാം, കിലോമീറ്ററുകളോളം
സ്ത്രീകളുടെ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ കാര്യത്തിലും പ്രയാസം അനുഭവപ്പെടും. ഇത്രത്തോളം ആധുനികമായ സംവിധാനം അവിടെ ഉണ്ടായിട്ടോ ഒരുപാട് പ്രയാസങ്ങൾ. ഇപ്പോൾ ഹജ്ജിന് പോയ ആളുകളോട് സംസാരിച്ചാൽ നിങ്ങൾക്കറിയാം, കിലോമീറ്ററുകൾ 6 കിലോമീറ്ററും 10 കിലോമീറ്ററും 20 കിലോമീറ്ററും 25 കിലോമീറ്ററൊക്കെ നടന്നു പോയ ആളുകളുണ്ട്. വാഹന സൗകര്യം ഉണ്ടെങ്കിലും തവാഫും ഹജ്ജും ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വാഹനം ആരും ആ സമയത്ത് തിരഞ്ഞെടുക്കൂല. കാരണം അത്ര തിരക്കായിരിക്കും. നടന്നു പോയാൽ അതിനും നേരത്തെ എത്താൻ സാധിക്കും. അതുകൊണ്ട് ആളുകൾ കാൽനടയായിട്ട് ഒരുപാട് മനുഷ്യന്മാർ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ കഴിയും. പലരും ചൂട് കൊണ്ട് വിയർത്ത് വെള്ളം ഇങ്ങനെ തലയിലേക്ക് ഒഴുക്കുന്നത് കാണാൻ കഴിയും. പലരും തളർന്ന് കിടക്കുന്നത് കാണാൻ കഴിയും. വെള്ളം കുടിക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനിച്ച ആ വെള്ളം ചീറ്റുന്ന സംവിധാനം ആളുകൾക്ക് സമാധാനം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ നാനാ തരത്തിൽ ആളുകൾ ത്യാഗം സഹിച്ചും വേദന സഹിച്ചും ബുദ്ധിമുട്ട് സഹിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു സംഗതി പൂർത്തിയാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ കിണഞ്ഞ് ശ്രമിക്കുന്ന കാഴ്ചയാണ് ദുൽഹജ്ജ് 10 അന്ന് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ പിന്നീട് മിനയിലേക്ക് തിരിച്ചു വരുന്നു. മിനയിൽ നിന്ന് ദുൽഹജ്ജ് 11 അതായത് ഹജ്ജിന്റെ നിർബന്ധമായുള്ള അവസാനത്തെ ദിവസമാണ് 15, 12, 13 നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാം എന്നുള്ളതാണ്. നിൽക്കലാണ് ഖൈർ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ ആ 11ാമത്തെ ദിവസം ഒരേ ഒരു കർമ്മം മാത്രമേ ഉള്ളൂ. അത് ഈ 3 ജംറയിൽ കല്ലെറിയുക എന്നതാണ്. ദുൽഹജ്ജ് 12 അത് തന്നെയാണ് ചെയ്യേണ്ടത്. ദുൽഹജ്ജ് 13 അത് തന്നെയാണ് ചെയ്യാനുള്ളത്. ജംറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആദ്യം ചെറിയ ജംറയിലേക്ക് പോകുന്നു. ആ ജംറയിൽ 7 കല്ലുകൾ എറിയുന്നു. എന്നിട്ട് മുന്നോട്ട് നീങ്ങി ജംറ തന്റെ ഇടതുഭാഗത്തേക്കാക്കി കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് വലത്തോട്ട് മാറി നിന്ന് ദീർഘനേരം ദുആ ചെയ്യുന്നു. എന്നിട്ട് ജംറത്തുൽ വുസ്തയിലേക്ക് മധ്യത്തിലുള്ള ജംറയിലേക്ക് പോകുന്നു. അവിടെയും 7 കല്ലുകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 7 കല്ലുകൾ എറിയുന്നു. വലതുഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് ജംറ തന്റെ വലതുഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് ദീർഘനേരം ദുആ ചെയ്യുന്നു. മൂന്നാമത് വലിയ ജംറയിലേക്ക് പോകുന്നു. ആ വലിയ ജംറയിൽ ചെറിയ ജംറയിൽ ചെയ്തതുപോലെ തന്നെ ജംറയുടെ സ്തൂപം ഇടതുഭാഗത്തേക്കാക്കിക്കൊണ്ട് ഇടത്തോട്ട് മാറി നിന്ന് ദീർഘനേരം ദുആ ചെയ്യുന്നു. ഇതോടുകൂടി ഹജ്ജിന്റെ നിർബന്ധമായ കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജംറക്ക് പഴയകാല പണ്ഡിതന്മാർ പറയുന്നൊരു ചരിത്രമുണ്ട്. സഹിഹായ ഹദീസുകളിലും മറ്റും നമുക്കത് കാണാൻ സാധിക്കുകയില്ല. എങ്കിലും നമ്മളൊക്കെ പണ്ടേ കേൾക്കുന്ന ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നതിന് വേണ്ടി ആ ഉപ്പയും മകനും നടന്നുപോയ വഴിയാണത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂട്ടി നടന്നുപോയത്. എങ്ങനെയാണ് അവർ നടന്നുപോയത്? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചു വലിച്ചേച്ച് കൊണ്ടുപോകുകയാണോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? അല്ല, ഒരിക്കലുമല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, യാ ബനി ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ. മോനെ, ഞാൻ നിന്നെ അറുക്കുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞത്, യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പ, അല്ലാഹ് കൽപ്പിച്ചതുപോലെ ചെയ്തോ, ക്ഷമിക്കുന്ന ഒരാളായിട്ട് അങ്ങേക്ക് എന്നെ കാണാൻ സാധിക്കും. ആ ഉപ്പയും മകനും അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നടന്നുപോയ, അവരുടെ കാൽപ്പാടുകൾ പതിച്ച, അവരുടെ ആ അനുസരണയുടെ, അവരുടെ ആ സമർപ്പണത്തിന്റെ, അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിന്റെ, അള്ളാഹുവിനോടുള്ള നന്ദിയുടെ കാൽപ്പാടുകൾ പതിച്ച സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ ജംറയുടെ പരിസരം എന്ന് പറയുന്നത്. ആ ഉപ്പ മകനെയും കൂട്ടി ലോകരക്ഷിതാവായ രാജാതിരാജനായ അള്ളാഹുവിന് സർവം സമർപ്പിക്കാൻ തയ്യാറായിട്ട് പോയപ്പോ ഈ ഭാഗത്ത് നിന്ന് ഇബ്ലീസിന്റെ പിന്തിരിപ്പിനുള്ള ശ്രമമുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തിരിപ്പിക്കാൻ ഇബ്ലീസിന് സാധിച്ചില്ല. ഇബ്ലീസ് തന്റെ നേർക്കേക്ക് വന്ന് അള്ളാഹുവിനേക്കാൾ വലുത് തന്റെ മകനാണ്, അള്ളാഹുവിനേക്കാൾ വലുത് തന്റെ പിതൃത്വമാണ്, അള്ളാഹുവിനേക്കാൾ വലുത് തന്റെ പുത്രസ്നേഹമാണ് എന്നൊരു സന്ദേശം ഇബ്ലീസ് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഈമാനാകുന്ന കല്ലുകൊണ്ട് ഇബ്ലീസിനെ എറിഞ്ഞകറ്റിയ
ഇബ്ലീസിനെ എറിഞ്ഞാട്ടിയ സ്ഥലമാണ് ജംറ എന്ന് പറയുന്നത്. ജംറയിൽ കല്ലെറിയുന്ന ഓരോ മുസ്ലിമും പ്രഖ്യാപിക്കുന്നത്, എൻ്റെ കുടുംബമാകട്ടെ, എൻ്റെ സമ്പത്താകട്ടെ, എൻ്റെ കച്ചവട സ്ഥാപനമാകട്ടെ, എൻ്റെ വീടാകട്ടെ, എൻ്റെ ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, മകനാകട്ടെ, ഭാര്യയാകട്ടെ, അനുജനാകട്ടെ, ജ്യേഷ്ഠനാകട്ടെ, ആരാകട്ടെ, അതിനേക്കാളെല്ലാം വലുത് എൻ്റെ റബ്ബേ എനിക്ക് നീയാണ്, നീയാണ് എനിക്ക് വലുത്, നീയാണ് എനിക്ക് വലുത്, നിന്നേക്കാൾ അപ്പുറത്ത് യാതൊന്നുമില്ല റബ്ബേ എന്ന ഉച്ചസ്ഥരമുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ഓരോ കല്ലേറുകളും. പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ പറയുക, നിങ്ങളുടെ ഉപ്പമാരോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ ഭാര്യമാരോ, നിങ്ങളുടെ കുടുംബക്കാരോ, നിങ്ങളുടെ വീടുകളോ, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിനേക്കാൾ അവന്റെ പ്രവാചകനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്നതാണെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയകുമുല്ലാഹു ബിഅംരി, നിങ്ങൾ പ്രതീക്ഷിക്കുക, അല്ലാഹു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നറിയോ? സമിഅന വ അത്വഅന. റബ്ബേ, ഞാൻ എന്തിനാണ് ഈ കഅബയെ ചുറ്റുന്നത്? നീ ഞാൻ അനുസരിച്ചു. അല്ലാഹുവേ, ഞാൻ എന്തിനാണ് ഈ സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കും മാറി മാറി ഓടുന്നത്? റബ്ബേ, സമിഅതു വ അതൈതു. നീ പറഞ്ഞു, ഞാൻ നിന്നെ അനുസരിച്ചു. റബ്ബേ, ഞാൻ എന്തിനാണ് ഈ മിനയിൽ പാർക്കുന്നത്? ഞാൻ എന്തിനാണ് മുസ്ദലിഫയിൽ പാർക്കുന്നത്? ഞാൻ എന്തിനാണ് അറഫയിൽ നിൽക്കുന്നത്? ഞാൻ എന്തിനാണ് മണിക്കൂറുകളോളം ഇവിടെ കൈ ഉയർത്തി നിൽക്കുന്നത്? യാ അല്ലാഹ്, നീ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ആയിരക്കണക്കിന് രൂപ വരുന്ന വില പിടിച്ച വസ്ത്രങ്ങൾ എൻ്റെ വാർഡ്രോബിൽ ഉണ്ടായിട്ടും ഞാൻ എന്തിനാണ് റബ്ബേ ഈ പറയുന്ന 2 തുണികൾ മാത്രം, 2 വെള്ളത്തുണികൾ മാത്രം എടുത്തുകൊണ്ട് നിന്റെ മുന്നിൽ നിൽക്കുന്നത്? അടിവസ്ത്രം പോലുമില്ലാതെ ദിവസങ്ങളോളം ഞാൻ കഴിച്ചു കൂട്ടുന്നത് എന്തിനാണ് റബ്ബേ? യാ അല്ലാഹ്, നീ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. നീ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പ്രകാരം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അതേ കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയാണ്, അള്ളാഹുവേ, ഞങ്ങൾ 2 പേരെയും നിനക്ക് കീഴ്പ്പെട്ടവരാക്ക റബ്ബേ. ഈ പറയുന്ന ബലികർമ്മത്തിന്റെ സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെച്ച ഉപ്പയാണ് പ്രാർത്ഥിക്കുന്നത്. സ്വന്തം ഉപ്പയുടെ കത്തി തന്റെ കഴുത്തിലേക്ക് അള്ളാഹുവിന്റെ റിദക്ക് വേണ്ടിയും വജ്ഹിന് വേണ്ടിയും സ്വീകരിച്ച ആ മകനാണ് പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക. അല്ലാഹുവേ, ഞങ്ങളെ 2 പേരെയും നീ നിനക്ക് കീഴ്പ്പെട്ടവരാക്കണേ അല്ലാഹ്. വജഅൽനാ ഉമ്മത്തൻ മുസ്ലിമതൻ ലക. ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ നീ ഉണ്ടാക്കി തരികയും ചെയ്യണേ അല്ലാഹ്. വഅരിനാ മനാസികനാ വതുബ് അലൈനാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ നീ കാണിച്ചു തരണേ എന്ന് അവരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത കർമ്മങ്ങൾ. എന്നിട്ട് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നു, വതുബ് അലൈനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു താ അല്ലാഹ്, ഞങ്ങൾക്ക് പാപമോചനം താ അല്ലാഹ്. ഇന്നക അൻതത് തവ്വാബുർ റഹീം. നീ എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ട് അതിന്റെ തൊട്ടിപ്പുറം പറയുന്നത് അല്ലാഹുവേ, പുറത്തു തരണം എന്നാണ്, മാപ്പ് നൽകണം എന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകർക്ക് മുഴുവൻ ഒരു ഓഫർ കൊടുത്തു. മാലോകർക്ക് മുഴുവൻ ആ ഇബ്രാഹിം നബിയുടെ വിളി കേട്ടിട്ട് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് മുഴുവൻ അള്ളൊരു ഓഫർ കൊടുത്തു. എന്താ ഓഫർ എന്നറിയോ? ഹജ്ജ് പൂർണ്ണമായ രീതിയിൽ ആത്മാർത്ഥമായി ചെയ്തു പോകുന്ന ഒരാളുടെ തിന്മയുടെ ഏടിൽ ഒരു തിന്മ പോലും ബാക്കിയാവില്ല. ഒറ്റൊരു തിന്മ പോലും ബാക്കിയാവില്ല. എല്ലാ തിന്മകളും മായിച്ച് ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫിത്രത്തിന് എത്രമാത്രം പരിശുദ്ധിയുണ്ടോ അത്രത്തോളം പരിശുദ്ധിയോടെയാണ് ഒരു ഹാജി ഹജ്ജ് ചെയ്തുകൊണ്ട് തിരിച്ചു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തരികയാണ്. യാ അല്ലാഹ്, അതുപോലൊരു ഹജ്ജ് ആസ്വദിച്ചുകൊണ്ട് അങ്ങേയറ്റം അനുഭവിച്ചുകൊണ്ട്
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ മഹിതമായ ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ നടത്തിയ ആ ഒരേ ഒരു ഹജ്ജ്, ആ പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽപക്കക്കാർ, നമ്മുടെ കുടുംബക്കാർ അവരൊക്കെ ഹജ്ജിന് പുറപ്പെട്ട് അള്ളാഹുവിൻ്റെ മഹത്തായ ഭാഗ്യം ലഭിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളിയാളം കേട്ട് ആ വിളിയാളത്തിന് ഉത്തരം നൽകുന്നതിന് വേണ്ടിയിട്ട് അവർ ആ നാട്ടിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഹജ്ജിന് പോകാത്ത നമ്മളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് പറയുന്ന ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഒരു പ്രഖ്യാപനമാണത്. ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ബലികർമ്മങ്ങൾ, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ വക്തും നിസ്കരിക്കുന്നവരാണ്. വനുസുക്കി, എൻ്റെ ബലികർമ്മങ്ങൾ, ആ ബലികർമ്മങ്ങൾ നമ്മുടെ നടത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ഈ പറയുന്ന ദുൽഹജ്ജ് മാസത്തിലാണ്. അതൊരു ഓർമ്മയാണ്. ആറ്റുനോറ്റ് കിട്ടിയ ഒരു മകൻ്റെ കഴുത്തിലേക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി കത്തിവെക്കാൻ തയ്യാറായ തുല്യതയില്ലാത്തൊരു പിതാവിൻ്റെ ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ഗൗരവത്തോടെ ഉണർത്തിയത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ കഴിയുമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാത്ത മനുഷ്യന്മാരില്ല. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബലിയറുക്കേണ്ടതുണ്ട്, ഉദ്ഹിയ്യത്തിന് ചേരേണ്ടതുണ്ട്. നമ്മുടെ പള്ളികളിലെല്ലാം അതിൻ്റെ സംവിധാനമുണ്ട്. ഈ പള്ളിയിൽ പാരം യൂണിറ്റിൽ നിങ്ങൾക്ക് ഉദ്ഹിയ്യത്തിന് പങ്കെടുക്കാനുള്ള സൗകര്യവും സംവിധാനമുണ്ട്. ഒരാളുടെ ഷെയർ 7000 രൂപയാണ്. അത് എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കുക. ഉദ്ഹിയ്യത്ത് സജീവമാകട്ടെ. ഉദ്ഹിയ്യത്തിൻ്റെ പൈസ അതിന് കൊടുക്കുക, ഇതിന് കൊടുക്കുക അല്ല. റസൂല് ബലിയർക്കാൻ ഏൽപ്പിച്ച് ബലിയർക്കണം. നിങ്ങൾ വേറെ കൊടുത്തോ? നോർത്ത് ഇന്ത്യയിലേക്ക് വസ്ത്രം കയറ്റി അയക്കാനോ മറ്റങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇത് നമ്മുടെ കർമ്മമാണ്. നിസ്കാരത്തിന് പകരം ഒരാൾ കുറച്ച് എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിസ്കാരത്തിന് പകരം പാവപ്പെട്ടവർക്ക് കുറച്ച് ഭക്ഷണം, പാവപ്പെട്ടവർക്ക് ഭക്ഷണവും കൊടുക്കണം, നിസ്കരിക്കുകയും ചെയ്യണം, രണ്ടും ചെയ്യണം. അതുപോലെ തന്നെ ബലികർമ്മം നടത്തുകയും ചെയ്യണം, അതിൻ്റെ ഒപ്പം നമുക്ക് കഴിയാവുന്ന ചാരിറ്റികൾ ചെയ്യുകയും ചെയ്യണം. ഇതിൻ്റെ പേരിൽ വേറൊരു ചാരിറ്റി ചെയ്തിട്ട് ഇതിനെ രണ്ടാം കിടയാക്കുന്നൊരു പരിപാടി പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് എല്ലാവരും ബലികർമ്മത്തിൽ പങ്കുചേരുക, ഉദ്ഹിയ്യത്തിൽ പങ്കുചേരുക. അത് അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രക്തമോ മാംസമോ എന്നല്ല അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ വലാകി യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തഖ്വയാണ്, ആ ഹൃദയത്തിൻ്റെ സൂക്ഷ്മതയാണ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് ബലികർമ്മത്തിൽ എല്ലാവരും പരമാവധി പങ്കെടുക്കുക. നേരത്തെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ, നേരത്തെ ഉണർത്തിയെന്നേ ഉള്ളൂ. ഇപ്പോൾ വിചാരിച്ചാൽ എത്ര പ്രയാസമുള്ള ആളുകളാണെങ്കിലും ആ സമയമാകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുറച്ചൊക്കെ പണം സ്വരൂപിക്കാനും അത് നടത്താനൊക്കെ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യാ അല്ലാഹ്, നിനക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒഴികഴിവുകൾ അന്വേഷിക്കുന്ന ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തില്ല അല്ലാഹ്. യാ അല്ലാഹ്, ജീവിതത്തിൻ്റെ അവസാനം വരെ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃത്യമായി നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല.